എൻ്റെ എല്ലാ മുത്തുമണീസിനും ഗുഡ് മോർണിംഗ് ടാ. ഇന്ന് നമ്മൾ മാങ്ങച്ചാറിൻ്റെ നല്ലൊരു അടിപൊളി ടിപ്സ് പറഞ്ഞു തരുന്നുണ്ട്. അതിന് മുന്നേ ഈ സകലമാന അച്ചാറുകളും ഇന്നലെ രാത്രി ബോട്ടിലാക്കിയതാണ് കേട്ടോ, പാക്ക് ചെയ്യാനായിട്ട്. ഇതൊക്കെ ബോട്ടിലാക്കിയതിന് ശേഷം എനിക്ക് ഭയങ്കര ക്ഷീണം തോന്നി. ഒരു 5 മിനിറ്റ് കണ്ണടക്കട്ടെ എന്നുകൊണ്ട് പോയി കിടന്നതാണ്. പിന്നെ ഉറങ്ങിപ്പോയതേ അറിഞ്ഞില്ല. 5 മണിക്ക് അലാറം അടിച്ചപ്പോഴേ നന്നായിട്ടൊന്ന് പടച്ചോനെ വിളിച്ചിട്ട് എണീച്ചത്. എൻ്റെ പടച്ചോനെ, ഇതൊക്കെ ഞാൻ സ്കൂളിൽ പോകുമ്പോഴത്തേനും പാക്ക് ചെയ്യണ്ടേ എന്നുള്ള ചിന്തയായിരുന്നു. ഇന്നാണെങ്കിൽ നമുക്ക് ഓർഡേഴ്സിൻ്റെ പെരുമഴ ആയിരുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് ഓർഡേഴ്സ് പോയിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം ഒരു 46-47 ഓർഡേഴ്സ് നമുക്ക് ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ സ്കൂളിൽ പോകുമ്പോഴത്തേനും പാക്ക് ചെയ്തിട്ട് എങ്ങനെ വിടും എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. സത്യം പറഞ്ഞാൽ ഇന്ന് രാവിലത്തെ വീട്ടിലെ അവസ്ഥയെ, ഇവിടെ താലികെട്ട് അവിടെ പാല് കാച്ചിലായിരുന്നു. ഇവിടെ ഒരെണ്ണം പാക്ക് ചെയ്യും, അടുക്കളയിൽ പോയി എന്തെങ്കിലും ചെയ്യും, വീണ്ടും വന്ന് അടുത്തത് പാക്ക് ചെയ്യുമ്പോഴത്തേനും ഞാൻ അവിടെ വെച്ച സാധനം കരിഞ്ഞിട്ടുണ്ടാവും. ഇന്നത്തെ വീട്ടിലെ വിഭവങ്ങളുണ്ടല്ലോ, കരിഞ്ഞ പരിപ്പ് കറിയും കരിഞ്ഞ ഉപ്പേരിയും കരിഞ്ഞ പപ്പടമായിരുന്നു. എങ്ങനെയാണ് താത്ത നിങ്ങൾ ഓൺലൈനിൽ ഇത്ര അധികം സെയിൽ ഉണ്ടാക്കണമെന്ന് ചോദിച്ചിട്ട് എന്തോരാൾക്കാരാണെന്നറിയോ മെസ്സേജ് ചെയ്യുന്നത്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ തന്നെയാണ് എൻ്റെ അവസ്ഥ. കസ്റ്റമർ പറയുന്ന സമയത്ത് സാധനം എത്തിച്ചു കൊടുത്താലുണ്ടല്ലോ, അവർ സാറ്റിസ്ഫൈഡ് ആവുക മാത്രമല്ല, അവർ നമ്മളെ പ്രൊമോട്ട് ചെയ്യുകയും കൂടെ ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് റിസ്ക് കൊടുത്തിട്ട് കസ്റ്റമറിന് സാധനം എത്തിക്കാൻ വേണ്ടി നോക്കുന്നത്. നിങ്ങളടുത്ത് എനിക്കൊരു കാര്യം പറയാനുള്ളതേ, ബിസിനസ് നമ്മളുടെ ട്രാക്കിലേക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിശ്രമമില്ല കേട്ടാ. നമ്മൾ ആ ഓളത്തിനനുസരിച്ചിട്ട് അങ്ങോട്ട് പൊക്കോളണം. ഈ ഓളത്തിൻ്റെ ഭംഗി നോക്കി കരയിൽ നിന്നാലുണ്ടല്ലോ, ബിസിനസ്സിൻ്റെ വഴിക്ക് പോവും. നമ്മൾ ഈ വെള്ളത്തിൽ പൊന്തിക്കിടക്കുന്ന പായൽ പോലെ അവിടെ നിൽക്കുകയും ചെയ്യും. നിങ്ങളെല്ലാവരും എൻ്റെ സ്വന്തമാണെന്ന് കരുതിയിട്ടാണ് കേട്ടോ ബിസിനസ്സിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ എന്നെ പോലെ ഹാർഡ് വർക്ക് ചെയ്ത് കഷ്ടപ്പെടണമെന്നൊന്നും ഞാൻ ആരോടും പറയുന്നില്ല കേട്ടാ. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ആദ്യം കണ്ടെത്തിയിട്ട് അതിനെ നമ്മൾ പരിപോഷിപ്പിക്കുകയാണ് വേണ്ടത്. അല്ലാതെ താത്ത എനിക്ക് കുറച്ച് അച്ചാർ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ട് അറിയാത്തൊരു സംഭവം പഠിച്ചെടുത്തിട്ട് അതിൽ നഷ്ടം വരുത്തുന്നതിലും നല്ലത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ സ്കില്ലിനെ ഞാൻ തിരിച്ചറിഞ്ഞ് അതിനെ പരിപോഷിപ്പിക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ മാങ്ങച്ചാറിൻ്റെ ടിപ്സ് എന്താണെന്നോ, പലരും എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറയാറുണ്ട്, താത്ത മാങ്ങച്ചാറ് മാത്രമാണ് പെട്ടെന്ന് നാശമായി പോകുന്നത്, അത് നാശാവാതിരിക്കാനുള്ള ടിപ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരണമെന്ന്. അപ്പോൾ നമ്മൾ മാങ്ങച്ചാറ് ഇടാനായിട്ട് മാങ്ങ വാങ്ങിക്കുമ്പോഴേ നല്ല കല്ല മാങ്ങ നോക്കി വാങ്ങിക്കുക കേട്ടോ. തൊലി കുറച്ച് കട്ടിയുള്ള മാങ്ങ വാങ്ങിക്കുക. അതുപോലെ തന്നെ മാങ്ങ കൊണ്ടുവന്നാലുണ്ടല്ലോ മാക്സിമം അന്ന് തന്നെ അച്ചാർ ഉണ്ടാക്കാൻ നോക്കുക. മാങ്ങ കട്ട് ചെയ്തിട്ട് 3 to 5 മണിക്കൂർ നമുക്ക് ഈ മാങ്ങ കല്ലുപ്പിട്ടിട്ട് വെക്കുക കേട്ടോ. ഒരു 6 മണിക്കൂർ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ മാങ്ങ കൊണ്ടുവന്ന് അന്ന് തന്നെ അച്ചാർ ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ആ മാങ്ങ കേടാവില്ല. കട്ട് ചെയ്യണ സമയത്തേ വാടിയ മാങ്ങ ഉണ്ടെങ്കിൽ മാറ്റിക്കളയുക. അതുപോലെ തന്നെ താഴെ വീണ് തല്ലിച്ചതന്നെ മാങ്ങ ഉണ്ടെങ്കിൽ അതും നമ്മൾ അച്ചാറിന് എടുക്കണ്ട കേട്ടോ. നമ്മൾ അല്പലാഭം പെരും ചെയ്താണ് ഇങ്ങനത്തെ മാങ്ങ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ അച്ചാർ മുഴുവനും നാശാവും. അപ്പോൾ അതും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇപ്പോൾ സമയേ ഏകദേശം 9 മണി ആയിട്ടുണ്ട് കേട്ടോ. എന്നെ ഈ വർഷം തന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. ലേറ്റായി. അപ്പോൾ ടാറ്റ.